സ്പീസി സ്റ്റഡി എൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് മസ്തിഷ്കത്തെക്കുറിച്ച് നോക്കാം കേട്ടോ. പുതിയ SCRT-യാണ്. അപ്പോൾ നമുക്ക് മസ്തിഷ്കത്തിലെ 5 ഭാഗങ്ങൾ നോക്കാം. ആദ്യം സെറിബ്രം നോക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം. വിവിധ ഇന്ദ്രിയ അനുഭവങ്ങൾ ലഭ്യമാകുന്നു. അപ്പോൾ വിവിധ ഇന്ദ്രിയ അനുഭവങ്ങൾ കാണപ്പെടുന്നത് എവിടെ ചോദിച്ചാൽ സെറിബ്രത്തിലാണ്. അതുപോലെ ബുദ്ധി, ഓർമ്മ, ചിന്ത ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ് സെറിബ്രം. അടുത്ത് സെറിബെല്ലം നോക്കാം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ശരീര തുലനനില കൈവരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ സെറിബെല്ലം എന്താണ്? മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് കേട്ടോ. അടുത്ത് നോക്കാം തലാമസ്. മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള സന്ദേശങ്ങളുടെ പുനർപ്രസരണ കേന്ദ്രം. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. ഏതാണ് വേദനാ സംഹാരികൾ കാണപ്പെടുന്നത് അഥവാ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് എവിടെ ചോദിച്ചാൽ തലാമസിലാണ് കേട്ടോ. അടുത്ത ഹൈപ്പോ തലാമസ്. ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഹൈപ്പോ തലാമസ് എന്താണ്? ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശരീര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നത് ഹൈപ്പോ തലാമസ്. അടുത്തത് മിഡ് ബ്രെയിൻ നോക്കാം. ഇത് പുതിയ SCRT ആയതുകൊണ്ടാണ് മിഡ് ബ്രെയിനും പ്രോൺസും ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. മിഡ് ബ്രെയിൻസ് കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിൽ ഈ ഭാഗത്തിന് പങ്കുണ്ട്. അപ്പോൾ മിഡ് ബ്രെയിൻ എന്താണ്? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിൽ ഈ ഭാഗത്തിന് പങ്കുണ്ട്. അതാണ് മിഡ് ബ്രെയിൻ. അടുത്തത് പോൺസ് നോക്കാം. കണ്ണിനും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നു. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. അടുത്തത് മെഡുല്ല ഓംബ്ലാങ്കേറ്റ നോക്കാം. ഇത് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ മെഡുല്ല ഓംബ്ലാങ്കേറ്റ എന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളാണ് കേട്ടോ. അഥവാ നമുക്ക് അറിയാതെ പ്രവർത്തിക്കുന്നതിനാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ പറയുന്നത്. അപ്പോൾ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഓംബ്ലാങ്കേറ്റയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.